സർ, ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ജനപക്ഷ നടപടികൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രായോഗിക നടപടികളുടെ ധനവിനിയോഗത്തെക്കുറിച്ച് ആണ് ഈ ബില്ലിൽ പറയുന്നത്. അതിനാലാണ് ഞാൻ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നത്. സർ, ആഗോള മൂലധനത്തിന്റെ കടന്നുകയറ്റവും കോർപ്പറേറ്റുകളുടെ അഴിഞ്ഞാട്ടവും യഥേഷ്ടം നടക്കുന്ന ഈ കാലയളവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തും അതിൻ്റെ എല്ലാം പ്രതിഫലങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. ഉൽപാദന വ്യവസ്ഥയും പരമ്പരാഗത വ്യവസായങ്ങളും ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണം എന്നതാണ് ഇടതുപക്ഷ നിലപാട്. ആ നിലപാടിന്റെ പ്രയോഗവൽക്കരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ധനവിനിയോഗ ബില്ല്. നാം ഇപ്പോൾ നവകേരളം കെട്ടിപ്പടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പ്രളയത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുക എന്ന അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല നവകേരള നിർമ്മാണത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്നു. അങ്ങേക്ക് വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കാം. ഉൽപാദന വ്യവസ്ഥയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ആയിരിക്കണം പശ്ചാത്തല സൗകര്യ വികസനം എന്നതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. അടിസ്ഥാന വികസന എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലമായ വ്യവസായമല്ല. ഉൽപാദകരെയും ഉൽപാദക വർഗങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള വികസനം സുസ്ഥിരമാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. സർ, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളും കുത്തഴിഞ്ഞ സാമ്പത്തിക മാനേജ്മെന്റുകളുമെല്ലാം ചേർന്ന് ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും ഈ കൊച്ചു കേരളം